ചെറുപ്പത്തിൽ കേട്ട കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും നേഷൻ ബിൽഡറാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പേർപ്പസ് ഉണ്ട്. നമ്മൾ ആ പേർപ്പസ് കണ്ടുപിടിക്കുക. നമ്മൾക്ക് മുമ്പിൽ ആ പേർപ്പസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അല്ല, അതിനൊരു പേർപ്പസ് ഉണ്ട്. നമ്മൾ എന്താവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ തീരുമാനം മാത്രമല്ല, അത് സമൂഹത്തിൻ്റെയും കൂടെ തീരുമാനമായി മാറും. അപ്പം ഞാനൊരു അഡ്വക്കേറ്റ് ആണ് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് ആവുകയാണെങ്കിൽ ഞാനൊരു നേഷൻ ബിൽഡറാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, കാറ് വാങ്ങി, വീട് വാങ്ങി, അങ്ങനെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ജീവിതമല്ല. നമ്മൾ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങളായിരിക്കും, വലിയ വലിയ കാര്യം ചെയ്യണമെന്ന് പോലുമില്ല, പക്ഷേ നമ്മൾ ഓരോരുത്തരും നേഷൻ ബിൽഡേഴ്സാണ്. അത് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാവണം, കുട്ടികൾക്ക് എപ്പോഴും മനസ്സിലാക്കി കൊടുക്കണം. ആ ഒരു ബോധ്യം അവരുടെ മനസ്സിൽ നമ്മൾ വച്ച് അത് മുളപ്പിച്ച് അതിനെ വലുതാക്കി അതിനെ ഒരു വൃക്ഷമാക്കി മാറ്റുകയാണെങ്കിൽ ഇവർ ഓരോരുത്തരും ഗ്ലോബൽ സിറ്റിസൺസായി മാറും. അതിൻ്റെ അർത്ഥം കേരളം വിട്ടു പോകണം എന്നല്ല. എനിക്ക് എൻ്റെ കുട്ടികൾ ആരും കേരളം വിടാൻ പാടില്ല എന്നെൻ്റെ മോഹം. കേരളത്തിൻ്റെ അത്രയും, ഞാനിപ്പോൾ റീസെൻ്റായിട്ടൊരു സ്പീച്ചിൽ പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ അത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ളൊരു സ്ഥലം വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ പീസ് ഓഫ് ഹെവൻ ഓൺ എർത്ത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് സത്യമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ജീവിച്ചതൊക്കെ കേരളത്തിലാണ്. ഞാൻ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്ഥലങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ കേരളം വിടാതെ നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുമുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ വേണമെന്ന് മോഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഏതായാലും ദിസ് ഈസ് എ ഗ്രേറ്റ് മൂമെൻറ്റ് ഫോർ മീ. അത് ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. ദ പോയിൻറ്റ് സിംപ്ലി ഇസ് ഐ എം സീയിങ് ദ നെക്സ്റ്റ് ജനറേഷൻ. വെരി പ്രൗഡ് ഓഫ് യു. നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആവണമെന്ന് എല്ലാവരും പറയുമെങ്കിൽ ഞാൻ അങ്ങനെ പറയാറില്ല. ബി യുവർ ബെസ്റ്റ് എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം നമ്മൾ കോമ്പറ്റീഷൻ മറ്റൊരാളായിട്ടാവണം എന്നില്ല. പേരൻസ് ആയാലും നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കുട്ടിയും അയാളെക്കാട്ടിലും വലുതാവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എൻ്റെ കുട്ടി ആ കുട്ടിക്കാവാവുന്ന ഏറ്റവും പൊക്കത്തിലെത്തണം. ഓരോ കുട്ടിയും പ്രൈസ്ലെസ് ആണ്, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. ഒരാൾക്കുള്ള കഴിവല്ല മറ്റൊരാൾക്കുള്ളത്. ഞാൻ ഒരാഴ്ച മുമ്പായിരിക്കും ഡോക്ടേഴ്സിനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കണം. കാരണം ഓരോ ഹ്യൂമൻ ബീയിങ്ങും, ഞാൻ പറഞ്ഞു, ഫിംഗർ പ്രിൻറ്റ് പോലെയാണ്. നോ ഫിംഗർ പ്രിൻറ്റ് ഇസ് സെയിം എന്ന് പറയാറില്ലേ, അതുപോലെയാണ്. ഒരു മനുഷ്യനും സെയിം അല്ല, ഒരാളും സെയിം അല്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ അവരിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, നിങ്ങളുടെ കഴിവുകളുടെ ഏറ്റവും പൊക്കത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ മോഹം അത് സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ നിങ്ങൾക്കുള്ളൂ കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ലോകം മുഴുവൻ നിങ്ങൾ പോകുമായിരിക്കും. പക്ഷേ നിങ്ങൾ എവിടെ പോയാലും എവിടേക്ക് എത്തിപ്പെട്ടാലും നിങ്ങൾ ആത്യന്തികമായിട്ട് ഒരു മലയാളി ആയിരിക്കണം, കേരളീയനായിരിക്കണം. നിങ്ങൾ എവിടെ ജീവിച്ചാലും നിങ്ങളൊരു മലയാളിയായിട്ടും, കേരളം വിട്ട് കഴിയുമ്പോൾ എനിക്ക് മലയാളം അറിയില്ല എന്ന് പറയരുത്. കേരളം വിട്ട് കഴിയുമ്പോൾ നമ്മൾ കേരളീയനല്ല എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ അത്രയും കൾച്ചറിനോട് സ്നേഹിക്കുന്ന കമ്മ്യൂണിറ്റീസ് വളരെ കുറവാണ്. കുട്ടികളുടെ കുറേ എനിക്ക് പറയാനുണ്ടാവും, പക്ഷേ ഇന്നിപ്പോൾ പറയുന്നില്ല. നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നായിരിക്കും അല്ലേ, പല സ്കൂളിലല്ലേ പഠിക്കുന്നത്. ഞാനിവിടെ കയറി വരുമ്പോൾ ഇതിൻ്റെ ശിലാഫലകം കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ബിൽഡിങ്ങിന് എൻ്റെ പ്രായമാണ്. ഞാൻ ഈ ബിൽഡിങ്ങിനേക്കാളും ഒരു 6 മാസം മൂത്തതാണ്. പക്ഷേ ഇപ്പം ഞാൻ ജനിച്ചതും വളർന്നതും കൊച്ചിയിലാണ്. പക്ഷേ ഇതുവരെ ഞാൻ പ്രസ് ക്ലബിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല. ഞാൻ പഠിച്ചത് സെൻറ്റ് തെരേസാസിൻ്റെ, അന്ന് പെൺകുട്ടികളുടെയാണ് മെയിൻ സ്കൂളെങ്കിലും ഈ ഓപ്പോസിറ്റ് സൈഡിൽ, നേരെ കാണുന്ന സൈഡിലാണ് അന്ന് അവർ ഒരു മിക്സ്ഡ് സ്കൂളുണ്ടായിരുന്നു, 1 തൊട്ട് 4 വരെ. ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ചത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു. അതിപ്പോൾ പൊളിച്ചിട്ടാണ് അവിടെ വേറെ ചില ബിൽഡിങ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് റോഡായിട്ട് നല്ല പരിചയമാണ്, പക്ഷേ ഞാൻ പ്രസ് ക്ലബിലേക്ക് വന്നിട്ടില്ല. ഏതായാലും ഷജിൽ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു, ഞാൻ കുറേ സംസാരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കില്ല കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ശരിക്കും വലിയ വലിയ ആൾക്കാരാവും ഇവർ. ഓരോരുത്തരും നന്മയുള്ള സിറ്റിസൺസ് ആവും, ഉറപ്പായിട്ടാവും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഗ്രേസ് ആയിട്ടല്ലാതെ നമ്മൾ അവരുടെ മേത്തുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്, സമൂഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ, ഇത്രയും നന്മയുള്ള കുട്ടികൾ, അവരുറപ്പായിട്ട് അടുത്ത ജനറേഷൻ വരുമ്പോൾ അവരത് തിരിച്ച് നമ്മൾ കൊടുത്തതിൻ്റെ 10 മടങ്ങ് വലുതാക്കി 10 മടങ്ങ് മൂല്യത്തിൽ അവർ കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയം എനിക്കില്ല. കൊടുക്കില്ലേ? അപ്പോൾ ഓരോരുത്തരും നമ്മൾ കുട്ടികളെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ കുട്ടികളാണ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
ഞാൻ എജു പ്രസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താ പറയുക സാധനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മാത്രമല്ല ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ആവാനും വഴിയില്ല. കാരണം നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് കുടയും ബാഗൊക്കെ കൊടുക്കുന്ന സമയത്ത് അതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്നുമില്ലാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കെല്ലാവർക്കും പഠിക്കണം എന്നുണ്ടാവും, വിദ്യാഭ്യാസം വേണമെന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതൊരു വലിയ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു അസിസ്റ്റൻസ് എന്നാണ് ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ ജനറേഷൻ അടുത്ത ജനറേഷനിൽ നൽകുന്ന ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. ഈ കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ആ ഡെപ്പോസിറ്റ് വലുതാക്കി അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് വലുതാക്കി അവരത് സമൂഹത്തിന് ഒരു ദിവസം തിരിച്ചു കൊടുക്കും. യാതൊരു സംശയവും എനിക്കില്ല. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ചയ്ക്ക് മുമ്പാന്ന് തോന്നുന്നു ഷാജിൽ എന്നെ വിളിച്ചത്. 2-3 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു വിധത്തിലൂടെ എത്താൻ സാധ്യതയില്ലാത്ത ഒരു ഷെഡ്യൂളാണ് എനിക്കുള്ളത്. ഇന്ന് മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് ഉള്ളൊരു ദിവസം. പക്ഷേ ഷജിലിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു പേർപ്പസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് മിസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ കുട്ടികളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഞാനൊരു കുട്ടിയാവുന്ന ഒരു ഫീലിംഗ് അല്ല എനിക്ക്. അപ്പോൾ നിങ്ങളുടെ കൂടെ വരിക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഷജിൽ പറഞ്ഞു കുട്ടികളായിരിക്കും കൂടുതൽ. അപ്പോൾ ഞാൻ ചോദിച്ചു മുതിർന്നവരെക്കാട്ടിലും കൂടുതൽ കുട്ടികളായിരിക്കുമോ? അപ്പോൾ ഒരു കുട്ടികളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏതായാലും ഇത് ഏറ്റെടുക്കുമെന്ന് തീരുമാനിച്ച്. പക്ഷേ ഞാനത് മറന്നുപോയിരുന്നു. ഇന്നലെ ഷജിൽ എന്നെ വിളിച്ച സമയത്ത് ഷജിൽ രാത്രി എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഷജിലിനോട് ചോദിച്ചു ഏതിനെ പറ്റിയാണ് സംസാരിക്കണേ, ഏത് പ്രോഗ്രാമാണെന്ന് ചോദിക്കേണ്ടത്. അത്രയ്ക്ക് ഞാൻ മറന്നിരുന്നു. പക്ഷേ ഇവിടെ വരാൻ സാധിച്ച വളരെ വളരെ സന്തോഷം തന്നെയാണ്. നിങ്ങൾ കുറച്ച് പേരൻസൊക്കെ ഉള്ളതുകൊണ്ടും നേരത്തെ ഷജിൽ പറഞ്ഞു നമ്മുടെ റോൾ മോഡൽ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പേരൻസ് ആണെന്നേ പറയുള്ളൂ. യാതൊരു സംശയവുമില്ല. അച്ഛനമ്മമാർ എങ്ങനെയാണോ കുറേയൊക്കെ മക്കൾ അങ്ങനെ ആയിത്തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല ഇപ്പോൾ ഈ സ്റ്റേജിൽ. പക്ഷേ ഇവരിത് ഓർക്കും എന്നെങ്കിലും. കാരണം ഞാനും ചെറുപ്പത്തിൽ എവിടെയോ കേട്ട് മറന്നൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിതിനു മുമ്പ് ഏതൊരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ എപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതൊരു സ്കൂളിനകത്തോ കോളേജിനകത്തോ ക്ലാസ് റൂമിനകത്തോ ഉള്ളതല്ല ശരിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിനെ നമ്മളെ തയ്യാറാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. പക്ഷെ അത് നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. ജീവിക്കുന്നത് ഓരോ സെക്കൻഡും വിദ്യാഭ്യാസം തന്നെയാണ്. വളരെ പ്രയത്നിച്ചാണെങ്കിലും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കാണുന്ന നിറഞ്ഞ സദസ്സാണ് ഞങ്ങളെ വീണ്ടും നല്ല നല്ല പരിപാടികൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് ശ്രീ ആർ ഗോപകുമാർ ക്ഷണിക്കും.